ഇപ്പോൾ ഫിയോക് പ്രസിഡന്റ് ശ്രീ വിജയകുമാർ കൂടി ചേരുകയാണ്. ശ്രീ വിജയകുമാർ, ഇതാണ് നിർമ്മാതാക്കളുടെ വാദം. ഇത്തരത്തിൽ ബിഗ് ബജറ്റ് ചിത്രങ്ങൾ വരുമ്പോൾ ചെറിയ ഇളവുകൾ നൽകിക്കൂടെ എന്നതാണ് അവർ ഉയർത്തുന്ന ചോദ്യം. ഈ ബിഗ് ബജറ്റ് ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം 100 കോടിയോ ഇല്ലെങ്കിൽ 140 കോടിയോ രൂപയോ ആൻഡോ മുടക്കി എന്നുള്ളതിന് സംശയമൊന്നുമില്ല, മുടക്കി കാണാം. ഒരുപാട് ചിത്രം വളരെ എക്സ്പെൻസീവ് ആണ്. ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ്. മമ്മൂട്ടി മോഹൻലാൽ ഒരുമിച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് അഭിനയിച്ച ചിത്രമാണ്. ഇതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ തിയേറ്ററുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമുക്ക് തിയേറ്ററിൽ വരുന്ന കളക്ഷൻ മുഴുവൻ കൊടുത്ത് ഒരു ചിത്രത്തെ പുറത്തു കൊണ്ടുവരാൻ പറ്റത്തില്ല. 140 കോടി രൂപ മുടക്കുമ്പോൾ ഈ 140 കോടി രൂപ എങ്ങനെ തിരിച്ചു പിടിക്കാം എന്ന വിപണന തന്ത്രവും കൂടെ ആലോചിച്ചിട്ടായിരിക്കും ഒരു നിർമ്മാതാവ് തീർച്ചയായിട്ടും ഈ 140 കോടി രൂപ മുടക്കുന്നത്. അല്ലാതെ ഒരു നിർമ്മാതാവും മണ്ടന്മാരല്ല. പ്രത്യേകിച്ചും ആൻഡോ ജോസഫ് എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമാനായ ഞങ്ങളുടെ വളരെ അടുത്ത സുഹൃത്തായ ഒരു പ്രൊഡ്യൂസറാണ് ആൻഡോ ജോസഫ്. അപ്പൊ അദ്ദേഹത്തിന് നഷ്ടം വരാൻ ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കത്തില്ല. അപ്പൊ അതിന്റെ വിപണന തന്ത്രം അദ്ദേഹം തന്നെ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന് പകരം ഈ 140 കോടി രൂപ എനിക്ക് തിയേറ്ററിൽ നിന്ന് തന്നെ തരണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന ഇതിലിപ്പോൾ വന്നിട്ടുള്ള ആവശ്യം രണ്ടാമത്തെ ആഴ്ചയിൽ കൂടി 60% എന്നതല്ലേ? അത്തരത്തിൽ രണ്ടാഴ്ചത്തെ പ്രശ്നമല്ലേ ഉള്ളൂ? അങ്ങനൊരു കീഴ്വഴക്കം ഇൻഡസ്ട്രിയിൽ ഇല്ല. ഓരോ കാലഘട്ടത്തിലും അതാത് പീരീഡിലെ ഏറ്റവും വലിയ സിനിമകളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. ഇപ്പൊ നമ്മള് 5 കോടി രൂപയ്ക്ക് സിനിമ നിർമ്മിച്ചുകൊണ്ടിരുന്നപ്പോൾ 25 കോടി രൂപയുടെ സിനിമ വന്നിട്ടുണ്ട്. 25 കോടി രൂപയ്ക്ക് നിർമ്മിച്ചുകൊണ്ടിരുന്നപ്പോൾ 100 കോടിയുടെ സിനിമ വന്നിട്ടുണ്ട്. അതൊക്കെ സാധാരണ തന്നെയാണ്. എന്നും പറഞ്ഞ് സിനിമയുടെ നിർമ്മാണ ചെലവ് കൂടുന്നതിനനുസരിച്ച് തിയേറ്ററുകളുടെ ഷെയർ കൂടുതൽ തരണം എന്ന് ഒരു പ്രൊഡ്യൂസറും ഇന്നുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഇന്ന് വരെയുള്ള കീഴ്വഴക്കം ലംഘിച്ച് ഷെയർ കൂടുതൽ കൊടുത്ത് ഒരു പടം കളിക്കാൻ ഞങ്ങൾ തയ്യാറുമല്ല. കാര്യം തിയേറ്ററുകൾ വളരെ സർവൈവ് ചെയ്യാൻ ഭയങ്കരമായി ബുദ്ധിമുട്ടുന്ന ഒരു സമയമാണിത്. അല്ല, ഇതൊരു പരസ്പര ധാരണയിൽ പോകേണ്ടുന്ന കാര്യമല്ലേ? പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ ഈ പറഞ്ഞതുപോലെ പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു വലിയ ചിത്രം, പ്രത്യേകിച്ച് മമ്മൂട്ടിയും മോഹൻലാലും പോലെയുള്ള ആളുകൾ അഭിനയിക്കുന്ന, സൂപ്പർ താരങ്ങൾ അഭിനയിക്കുന്ന ഒരു ചിത്രം എത്തുമ്പോൾ അത് കൂടുതൽ കളക്ഷൻ നേടുന്നത് തിയേറ്ററുകൾക്കും ഗുണകരമല്ലേ? അപ്പോൾ ഒരാഴ്ചത്തെ കാര്യമല്ലേ വിട്ടുവീഴ്ച ചെയ്യേണ്ടതുള്ളൂ? അല്ല, ഈ ആരൊക്കെ അഭിനയിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും തിയേറ്ററുകാരുടെ പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് കൊടുക്കാൻ പറ്റും. ആ ഒരാഴ്ചയല്ല കാര്യം. ഈ 60%, രണ്ടാമത്തെ ആഴ്ച 60% എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡ്യൂസറുടെ ഷെയർ ആദ്യത്തെ ആഴ്ച 60, രണ്ടാമത്തെ ആഴ്ച 55, മൂന്നാമത്തെ ആഴ്ച 50, അങ്ങനെ ഓരോ ആഴ്ച 5% കുറഞ്ഞു പോകുന്ന ഒരു റേഷ്യോയിലാണ് ഇന്ന് സിനിമ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ആഴ്ച 60 എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ആഴ്ച 55 ആവും, നാലാമത്തെ ആഴ്ച 50 ആവും. അപ്പോൾ ഓരോ ആഴ്ചയിലുമുള്ള 5% ഡിഫറൻസ് ആണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ അതുമല്ല, അങ്ങനെ ഷെയർ കൊടുക്കത്തക്ക ഷെയർ ഇന്ന് സിനിമയിൽ വരുന്നില്ല. കാര്യം നേരത്തെ നമ്മൾ 70 സെന്റ് 80 സെന്റ് റിലീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മലയാള ചിത്രം ഇന്ന് 350, 400 സ്ക്രീനുകളിലാണ് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണ്ട് 25, 30, 50 ദിവസം ഒരു ഹിറ്റ് ചിത്രം ഓടിയെന്നുണ്ടെങ്കിൽ ഇന്ന് 2 ആഴ്ച കൊണ്ട് ഒരു സിനിമയുടെ കളക്ഷൻ കംപ്ലീറ്റ് പ്രൊഡ്യൂസറിലേക്ക് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു നഷ്ടം, ഇത്തരത്തിലൊരു ലാഭവിഹിതം നൽകിയില്ലെങ്കിലും നഷ്ടം ഉണ്ടാകാൻ ഇടയില്ല എന്നതാണോ ഫിയോക്കിന്റെ ഒരു വിലയിരുത്തൽ? തീർച്ചയായിട്ടും. കാര്യം ഇങ്ങനൊരു ഒരു ഇത് കൊടുക്കേണ്ട കാര്യം, ആ ഒരു ടേംസ് കൊടുക്കേണ്ട കാര്യമില്ല. അത് ഇൻഡസ്ട്രിയിൽ നിലവിലില്ലാത്ത ഒരു ടേംസ് ആണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ സിനിമ റിലീസ് ചെയ്യേണ്ട എന്നൊക്കെയുള്ള കടുത്ത നിലപാടിലേക്ക് പോകുമ്പോൾ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കില്ല. ഒരു ചർച്ചയ്ക്ക് ഇനിയും സ്കോപ്പ് ഉണ്ടോ ശ്രീ വിജയകുമാർ? അല്ല, ഈ ടേംസിന്റെ കാര്യത്തിൽ ഒരു ചർച്ചയും ഞങ്ങൾ തയ്യാറല്ല. കാര്യം ടേംസിന്റെ കാര്യം ടേംസ് വ്യത്യാസപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഇന്ന് നിലവിലില്ല. അത് നാളെ ചിലപ്പോൾ 200, 250 കോടി മുതൽ മുടക്കി ഒരു പടം വരും. അന്നേരം 75% കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കാൻ തയ്യാറാവും. അപ്പോൾ അതിന്റെ കാലഘട്ടത്തിനനുസരിച്ച് ലോ കോസ്റ്റ് ഫലവും വരും, വലിയ ബിഗ് ബഡ്ജറ്റ് പടങ്ങളും വരും. അപ്പോൾ തിയേറ്റർ എന്ന് പറയുന്നത് സിനിമയുടെ ആത്മാവാണ്. ആ തിയേറ്റർ നിലനിർത്തേണ്ടുന്ന ഓരോ പ്രൊഡ്യൂസറുടെയും കൂടെ ആവശ്യമാണ്. അപ്പോൾ തിയേറ്റർ നിലനിൽക്കുന്ന വിധത്തിലുള്ള സംഭാവനകൾ ഓരോ പ്രൊഡ്യൂസറുടെയും ഭാഗത്തു നിന്നുണ്ടാവണമെന്നാണ് എന്റെ അഭ്യർത്ഥന. ശരി, തീർച്ചയായും ആൻഡോ ജോസഫുമായി ഒരു ചർച്ചയ്ക്ക് ഈ ഘട്ടത്തിൽ പ്രസക്തിയില്ല എന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, ടേംസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചർച്ചയ്ക്കും ഫിയോക്ക് തയ്യാറല്ല. കാര്യം ടേംസിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ശരി, വളരെ നന്ദി ശ്രീ വിജയകുമാർ. സജിൻ നന്ദിയാട്ട, ഒപ്പം ആന്റണി പെരുമ്പാവൂർ സംസാരിക്കുകയായിരുന്നു. അർജുൻ മട്ടന്നൂർ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ഏതായാലും തിയേറ്റർ ഉടമകൾ കടുപ്പിച്ചു തന്നെയാണ്. ഇനി ഇതിലൊരു ടേം സംബന്ധിച്ച ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയില്ല എന്നതാണ് പറയുന്നത്. നിർമ്മാതാക്കളുടെ ആവശ്യം അത് കൃത്യമാണ്. ലാഭവിഹിതം പങ്കുവെക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കം, അത് പറയുന്നത് രണ്ടാമത്തെ ആഴ്ചയും 60% വരുമാന വിഹിതം വേണമെന്നതാണ് ആവശ്യം. ഈ ഘട്ടത്തിലാണ് ചിത്രവുമായി കരാർ വെക്കരുതെന്ന് തിയേറ്ററുകൾക്ക് ഫിയോക് നിർദ്ദേശം നൽകുന്നത്. പക്ഷേ ആന്റണി പെരുമ്പാവൂർ പറയുന്നത് ഇതൊരു ചർച്ച നടത്തി പരിഹരിക്കാവുന്ന വിഷയമാണ്. ഒരു തരത്തിലും ഈ ചിത്രത്തിന്റെ റിലീസ് സംബന്ധിച്ചൊരു പ്രതിസന്ധി ഉണ്ടാകില്ലെന്നാണ്. ഏതായാലും ഈ തർക്കമൊക്കെ തീരട്ടെ. ആരാധകർ ഏറെ കാത്തിരിക്കുന്ന മമ്മൂട്ടി മോഹൻലാൽ ചിത്രം പാട്രിയറ്റ് തിയേറ്ററുകളിലേക്ക് എത്തട്ടെ. ഈ പ്രശ്ന പരിഹാരത്തിന് ഒരു വഴി ഒരുങ്ങട്ടെ. ഒരു ടേബിളിന് ചുറ്റും ഇരുന്ന് ചർച്ച ചെയ്താൽ തീരാത്ത ഒരു പ്രശ്നവുമില്ല ഈ ലോകത്ത് എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്.